ചേട്ടന്മാരെ എങ്ങോട്ടാ കൊടവാറ്റ്? വേനലായോണ്ട് വെള്ളം എടുക്കാൻ പോവാണോ? ഇത് നമ്മുടെ ചിഹ്നമല്ലേ, ഇലക്ഷൻ അല്ലേ, NDA സ്ഥാനാർത്ഥിയുടെ ചിഹ്നമല്ലേ നമ്മുടെ കുടം. ഓ BDJS അല്ല, ഇത് കോൺഗ്രസ് മണ്ഡലം അല്ലേ? നിങ്ങൾക്ക് എന്താ റോള്? ഇത് കോൺഗ്രസ് മണ്ഡലം അല്ലല്ലോ, ഇത് മണ്ഡലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള മണ്ഡലം അല്ലേ. 3 ടേം കൊണ്ട് ഈ മണ്ഡലം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. 3 ടേം കൊണ്ട് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ മാത്രമല്ല ഒരു മണ്ഡലത്തിന്റെ വികസനം. 3 പ്രാവശ്യം ഒരാളെ ജനങ്ങൾ ജയിപ്പിക്കണമെങ്കിൽ അദ്ദേഹം ഒരു സ്വീകാര്യനായിരിക്കണമല്ലോ. ആരെങ്കിലും കാണുമ്പം എല്ലാ പല്ലുകളും കാണിച്ച് ചിരിച്ചു കാണിക്കലല്ല, ആ ചിരി കലത്തിലിട്ട് വേവിച്ചാൽ വേവത്തില്ല. ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വികസനം വരണം. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 13% വോട്ടാണ് കിട്ടിയത്. 1% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ നമുക്ക് ജയിക്കാൻ സാധിച്ചെങ്കിൽ ഇവിടെ 13% ഉണ്ടെങ്കിൽ നമുക്ക് അത് 50% ആക്കുന്ന എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ 2ാം സ്ഥാനത്തെത്താനാണോ മത്സരിക്കണേ? ഈ 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്ത് ഒന്നും അല്ലാതിരുന്ന സ്ഥാനത്തുമാണ് ഞങ്ങൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പൊ ഭാരതം ഭരിക്കുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട്. വോട്ട് വീതം കൂട്ടാനായിരിക്കും. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പം ഞങ്ങളുടെ ചിഹ്നം കാലിക്കുടമാണെങ്കിലും ഇത് നിറകുടമാക്കും ജനങ്ങൾ. LDFന്റെ നല്ല സ്ഥാനാർത്ഥിയാണ്, പുള്ളി യൂത്താണ്, സ്വാഭാവികമായിട്ടും ഒരു അട്ടിമറി ഉണ്ടാവാം. സ്ഥാനാർത്ഥികളൊന്നും മോശമല്ലെന്ന്, എല്ലാ സ്ഥാനാർത്ഥികളും നല്ലത് തന്നെ. ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി മോശമാണോ? നമ്മുടെ സ്ഥാനാർത്ഥി അതിനേക്കാളും മെച്ചമാണ്. മാവേലിക്കര മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ്, സ്വാഭാവികമായിരിക്കും അവർക്ക് മേൽക്കുണ്ട്. അവരുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ AK ബാലൻ വരെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാണ് 4 സീറ്റിന് വേണ്ടി, ഇല്ലെങ്കിൽ നമ്മൾ ഈനാമ്പി ചെയ്യും അല്ലെങ്കിൽ മരപ്പെട്ടിയും ചിഹ്നം ആവുമെന്ന് പറഞ്ഞു. അല്ല, കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളല്ലേ നിങ്ങളെ സ്ഥാനാർത്ഥി? എന്താ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ പാർട്ടിയിൽ സ്ഥാനാർത്ഥി ഒന്നും ഇല്ലേ? കോൺഗ്രസിന്റെ ആളല്ലല്ലോ ഇപ്പൊ അദ്ദേഹം, ഇപ്പൊ NDAയുടെ ഭാഗമല്ലേ അത്. മാവേലിക്കരയിൽ ഇത്തവണ ജനങ്ങൾ മാറി ചിന്തിക്കും? ഒരു കാരണവശാലും മാറി ചിന്തിക്കത്തില്ല. 3 ടേം ആയില്ലേ, 15 വർഷം, ആളുകൾ മടുത്തു കാണും. ഒരിക്കലും ഇല്ല. ആളുകൾ വോട്ട് ചെയ്താണല്ലോ എല്ലാ വട്ടവും കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. 3 അല്ല 30 വർഷമായാലും കൊടിക്കുന്നിൽ സുരേഷിന് തന്നെ വോട്ട് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ രാഹുൽ ഗാന്ധി തരംഗമായിരുന്നു, ശബരിമല വിഷയമൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ 61,000 ഭൂരിപക്ഷം. 7 അസംബ്ലി മണ്ഡലങ്ങളും ഇവിടെയുള്ള മുഴുവൻ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ഭരിക്കുന്ന ആരാ? എല്ലാം ഇടതുപക്ഷമാണ്. അവിടെ 65,000 വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞ കുഞ്ഞു കാര്യമാണ്. നിയമസഭയിലെ LDFനാണ് മേൽക്കെ. കഴിഞ്ഞ തവണത്തെയും അതിന് മുന്നത്തെ തവണയും അതിന് മുമ്പും എല്ലാം 7 ഇടതുപക്ഷം തന്നെ. പക്ഷെ ഇതുവരെ പാർലമെന്റിൽ കായ്ക്ക് ഓടാൻ പറ്റിയിട്ടില്ല. അവരുടെ LDFന്റെ സ്ഥാനാർത്ഥിന് ഒരു യൂത്താണ്. ഇതിനു മുമ്പും യൂത്ത് അല്ലേ മത്സരിച്ചേ? കഴിഞ്ഞ തവണ ചിറ്റയും അതിന് മുമ്പ് അനിലാണ് മത്സരിച്ചേ. AY7 സംസ്ഥാന നേതാവ് അദ്ദേഹം മത്സരിച്ചിട്ട് അന്ന് വോട്ടെണ്ണുന്നതിന് അത് വണ്ടി കയറി പോയത്. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ NDAയുടെ വോട്ട് വീതം കൂടിയിട്ടുണ്ട്. മാവേലിക്കര പാർലമെന്റിൽ NDA എന്ന് പറഞ്ഞ NDA ചിത്രത്തിലേ ഇല്ല. അതിന് നിങ്ങളെ പാർട്ടി വിട്ട് പോയ ആളല്ലേ NDAയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി? ആ പാർട്ടി വിട്ട് ഒരുപാട് പേര് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇവരൊക്കെ കാണാതെ പോയിട്ടേ ഉള്ളൂ. കേന്ദ്രത്തിൽ നിങ്ങൾ വരുമെന്ന് സംശയം. പിന്നെ എന്തിനാണ് നിങ്ങൾ ജയിപ്പിച്ചു പറഞ്ഞത്? കേന്ദ്രത്തിൽ കോൺഗ്രസേ വരൂ. ഈ രാജ്യം നിലനിർത്താൻ കോൺഗ്രസിന്റെ കഴിവ് അത് ജനങ്ങൾക്കറിയാം. ഞങ്ങൾ ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയല്ല, രാജ്യം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയാണ്. ചേട്ടാ, ഇത്തവണയെങ്കിലും നിങ്ങൾ ജയിക്കുമോ? സംശയം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ പാർലമെന്റ് ഇലക്ഷന് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2004 ശേഷം നിങ്ങളെ ഒരാൾ പോലും ഇവിടുന്ന് ജയിച്ചിട്ടില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയും തിരിഞ്ഞും വരും. നിയമസഭയിൽ നിങ്ങൾക്കുള്ള മേൽക്കൈ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഉണ്ടാവും. ഇന്ന് നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് നേരം വെളുക്കുമ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും NDAയുടെ വോട്ട് വീതം കൂടുകയാണ്. എങ്ങനെ കൂടാനാ? എവിടുന്ന് കൂടാനാ? CA അടക്കമുള്ള കരിനിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാകുമ്പോൾ ആരാണ് വോട്ട് ചെയ്യുന്നത്? 2004 നിങ്ങൾക്ക് ഈ മണ്ഡലം കിട്ടിയതാ, അതിനെ കൊണ്ട് കളഞ്ഞില്ലേ? പറഞ്ഞല്ലോ, ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാഗമായി മണ്ഡലം ഞങ്ങൾക്ക് ചെറിയ ഭൂരിപക്ഷത്തിലെല്ലാം തോൽക്കേണ്ട സാഹചര്യം വന്നു. ചെറിയ ഭൂരിപക്ഷമാണോ 61,000? സുവർണ അവസരമെന്ന് പറഞ്ഞു നടക്കുന്ന കാലഘട്ടത്തിൽ പോലും 60,000 വരെ ഉള്ളൂ ഭൂരിപക്ഷം. പരമ്പരാഗതമായി ഇതൊരു കോൺഗ്രസ് മണ്ഡലമാണ്. പരമ്പരാഗതമായ ഇതൊരു കോൺഗ്രസ് മണ്ഡലം എന്ന് പറയാൻ പറ്റത്തില്ല. അവസാന ഘട്ടത്തിൽ 2 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഒരാളെ 3 പ്രാവശ്യം ജയിപ്പിക്കണമെങ്കിൽ അയാൾ ഒന്നും ചെയ്യാതിരുന്ന ആളാണോ? ഒരു MP ചെയ്യേണ്ട പണി MP ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചോദ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 2.5% വോട്ട് കുറയണേ. 2% അല്ലേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് 10% വർദ്ധിപ്പിക്കും. ഞങ്ങൾക്ക് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. കൊടുക്കുന്ന സുരേഷ് പരിചയസമ്പത്തുള്ള ഒരാളാണ്. മാറ്റം വരട്ടെ, ഇനിയെങ്കിലും യുവാക്കൾ വരട്ടെ. ശരി, ഞാൻ നിർത്തി. മാവേലിക്കരയിൽ ആര് വരണമെന്ന്, യുവത്വം വരണോ പരിചയസമ്പത്തുള്ള ആൾ വേണോ എന്ന് ഏപ്രിൽ 26 മാവേലിക്കരയിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ.